ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തട്ടിൻപുറത്തെ തട്ടിക്കൂട്ട് മട്ടനാണ്. ഇതൊരു ലോക്കൽ ഡിഷാണ്. ഇതിന് വേണ്ടത് കുറച്ച് മട്ടൺ, തക്കാളി ഒരെണ്ണം, സവാള വലുതൊരെണ്ണം, ക്യാപ്സിക്കം ഒരെണ്ണം അരിഞ്ഞത്. എങ്ങനെ വേണേലും വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരിയാം. ഇത് കുറച്ച് എണ്ണയാണ്. പിന്നെ നമുക്ക് പൊടികളായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. മട്ടൺ കണ്ടല്ലോ, ഒരു 5 പീസ് ഉണ്ട്, നാരങ്ങയുണ്ട്. പിന്നെ ഇതൊക്കെ ഉള്ളൊരു സംവിധാനം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ടെറസിലാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊടി ഇട്ട് നമുക്ക് ഇളക്കാം, ആദ്യം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടെറസിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതാണ് കാര്യം. ഞാനിപ്പോൾ ക്വാറൻറ്റൈനിലാണ്. അതുകൊണ്ട് അടുക്കളയിൽ പോയി ഒന്നും പരീക്ഷിക്കാനുള്ള നിർവാഹമില്ല. അപ്പോൾ ഇന്ന് പുതിയൊരു ഡിഷ് നമുക്ക് ടെറസിൻ്റെ പുറത്ത് ഒരടുപ്പ് സെറ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് ഇങ്ങനെ ഇളക്കുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളതൊക്കെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മസാല തേച്ച് പിടിച്ച് കുറച്ച് നേരം അവിടെ വെച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു നാരങ്ങയും കൊണ്ട് പിഴിഞ്ഞൊഴിച്ചേക്കാം. അപ്പോൾ ഇച്ചിരി നല്ല ഒരു ഫ്ലേവർ കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് അടുപ്പ് സെറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. അടുപ്പിൻ്റെ പരിപാടി എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തവുമില്ല. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആകെ അടുപ്പ് സെറ്റ് ചെയ്യാൻ ഈ 2 ഐറ്റമേ ഉള്ളൂ. ഡംബിൾസാണ്. എൻ്റെ ജിമ്മൻ സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കണം. ഞാനിത് ഉപയോഗിക്കുന്നതാണ്. തൽക്കാലം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ 2 ഡംബിൾസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ട് അമ്മയോട് ഒരു പാത്രം എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു എടുത്തു തന്ന പാത്രം കണ്ടിട്ട് നിങ്ങൾ ഇതിനകത്ത് പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പാത്രമാണോ, കോഴിക്ക് പാത്രം കൊടുക്കുന്നതാണോ എന്ന് വിചാരിക്കില്ല. ഇത് കുറേ നാളായിട്ട് എടുക്കാതെ വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇപ്പോൾ ഉടനെ താഴോട്ട് തിരിച്ച് പോകാത്തത് കൊണ്ട് അമ്മ ഇത് നമുക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീ വെച്ചു. പാത്രത്തിലെ വെള്ളം ഒന്ന് പറ്റിട്ട് പാത്രം കഴുകി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാത്രം ചൂടാവുന്നുണ്ടെന്ന്. എങ്ങനെ ഇതൊക്കെ ടെക്നിക്കലി കണ്ടോ, പാത്രത്തിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് നന്നായി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. തീയാണ് പ്രശ്നം കേട്ടോ. തീ കത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്ത് ഡിഷാണ്, ഏത് ഡിഷാണെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, നമ്മൾ ഈ മസാല അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എളുപ്പം എന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവം എന്ന് കണക്കാക്കിയാൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ മസാലകൾ അധികം ഇടാതെ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ചുമ്മാ ഇരുന്നപ്പോൾ എത്ര നേരമെന്ന് വെച്ചാൽ ബോറടിച്ചിരിക്കുന്നത്. അപ്പം ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. സാധനം കൊള്ളാം, എന്തായാലും പൊളിയാണ്. അപ്പം മട്ടൺ ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് വേവായി വരട്ടെ. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ നന്നായിട്ട് അങ്ങോട്ട്, എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ, നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ എണ്ണ മൊത്തം ഇറച്ചിയിലോട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത്തിരി ഒന്നായും തോന്നുമ്പോൾ നമുക്കതിനകത്ത് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കീഴിൽ തീ ഇങ്ങനെ എപ്പോഴും കത്തിച്ച് വെച്ചേക്കുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. നമുക്കിപ്പം ഏകദേശം അത് വേവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ സെമി കുക്ക്ഡ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, ഈ സലാഡിനകത്തൊക്കെ ഇറച്ചിയിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളിത് എന്താണ്, കറിയാണോ ഫ്രൈ ആണോ, അങ്ങനത്തെ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാനിത് പറയുന്നത് വെച്ചാൽ സലാഡ് പോലെ, അതായത് നമുക്ക് ചിക്കൻ സലാഡ്, അങ്ങനത്തെ മട്ടൺ സലാഡൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് സെമി കുക്ക്ഡായിട്ട് കുക്ക് ചെയ്ത് എല്ലാം ഒന്ന് കുക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ മട്ടൺ മാത്രം കുക്ക് ചെയ്ത് അത് മുറിച്ച് ഷ്രെഡ് ചെയ്തിട്ടാണ് സലാഡിലിട്ട് കഴിക്കുന്നത്. ഇത് ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം തക്കാളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിനിയും ബാക്കി അതിനകത്ത് ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം.
ഓക്കെ, കുറച്ച് നാരങ്ങ അതിനകത്ത് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുകയാണേ, ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട്. നാരങ്ങ അതിനകത്ത് ഇട്ടതാണ്, അറിയാതെ വീണതല്ല. അപ്പോൾ അതിനകത്ത് നാരങ്ങ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തോടിനകത്തുള്ള ഈർപ്പം കൂടെ ആ പാത്രത്തിനകത്ത് കുറച്ചുകൂടി കണ്ടില്ലേ, ആ ഒരു തിക്നെസ്, അതായത് കുഴ എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കളയും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനിയും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തീയുടെ ഒരു വൻ പോരായ്മ നമ്മളിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അധികം നേരം ഇട്ട് ഇളക്കണ്ട. നമുക്ക് ജസ്റ്റ് സവാളയും ക്യാപ്സിക്കവും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇത് പൊതുവേ ഒരു സലാഡ് പോലോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. എണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റെണ്ണകൾ ഉപയോഗിച്ച് ഉണ്ടാക്കരുത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞു, ഇതിപ്പം ഇറച്ചി വളരെ കുറച്ചായതുകൊണ്ട് ഞാൻ ഈ ഷ്രെഡിങ്ങിനും പരിപാടിക്ക് വന്നിരിക്കാതെ, ഇല്ലെങ്കിൽ ഇറച്ചി വേവിച്ചിട്ട് നമ്മളത് അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സലാഡ് പോലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിഷായിട്ട് എടുക്കാം. ഞാൻ പിന്നെ മസാല ഒന്നും ഉണ്ടാക്കുക, ജസ്റ്റ് ഒരു കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചുമ്മാ ഒരു രസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി, ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. കുറച്ച് നേരം തീയിലിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇവനെ എടുത്ത് മാറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ അതിലെ വെള്ളം നനവെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കണ്ടറിയാം ഏകദേശം കുക്ക്ഡാണ്. ഇതിൽ മസാല ഒന്നുമില്ല, അതുകൊണ്ട് നെഞ്ചരിച്ചിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ടേസ്റ്റിയാണ് സംഭവം, അത് ഗ്യാരണ്ടി. താങ്ക് യു.